ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യു പി എസ് സിയുടെ എക്സാം കഴിഞ്ഞു. കുറച്ച് സയൻസ് ഭാഗങ്ങളൊക്കെ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് രസതന്ത്രം കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് LP UP എക്സാമുകൾക്ക് PSC മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2012 ചോദിച്ചൊരു ചോദ്യമാണ്, സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണം നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഏതാണ്? സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഏതാണ്? അത് IUPAC ആണ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? IUPAC ആണ് സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന. അപ്പോൾ IUPACയുടെ പൂർണ്ണ രൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ്. IUPACയുടെ പൂർണ്ണ രൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC സ്ഥാപിച്ചത് 1919 IUPACയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. അപ്പോൾ സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന IUPAC ആണ്. അതുപോലെ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നുള്ളതാണ് IUPACയുടെ പൂർണ്ണ രൂപം. ഇത് രൂപീകരിച്ചത് 1919 ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ്. ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് USA നോർത്ത് കരോലിനയിലുള്ള റിസർച്ച് ട്രയാങ്കിൾ പാർക്കിലാണ്. ഇനി ഈ IUPAC 2016 നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് നിഹോണിയം എന്ന് പറയുന്നത്. നിഹോണിയം അതിൻ്റെ ആറ്റോമിക് നമ്പർ 113 ആണ്. അതുപോലെ മോസ്കോവിയം 115, ടെന്നിസൺ 117, ഓഗനസ്റ്റോൺ അത് 118 അവസാനത്തെ മൂലകം. അപ്പോൾ IUPAC 2016 നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് നിഹോണിയം ആറ്റോമിക് നമ്പർ 113, മോസ്കോവിയം ആറ്റോമിക് നമ്പർ 115, ടെന്നിസൺ 117, ഓഗനസ്റ്റോൺ 118. അപ്പോൾ ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായിട്ട് കണ്ടെത്തിയ മൂലകമാണ് കേട്ടോ നിഹോണിയം. ജപ്പാൻ കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം. 2016 പേര് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും ഒരു UPSC ചോദ്യമാണ്, NCAക്ക് വന്നൊരു ചോദ്യമാണ്. സോഡിയം അസറ്റേറ്റും സോഡ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണെന്നാണ് ചോദിച്ചത്. അത് മീഥൈനാണ്. സോഡിയം അസറ്റേറ്റും സോഡ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ എന്ത് വാതകമാണ് ലഭിക്കുന്നത്? മീഥൈനാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഏറ്റവും ലഘുവായ ആൽക്കെയിനാണ് മീഥൈൻ എന്ന് പറയുന്നത്. ഏറ്റവും ലഘുവായ ആൽക്കെയിൻ ഏതാണ്? അത് മീഥൈനാണ്. അപ്പോൾ സോഡിയം അസറ്റേറ്റും സോഡ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ നമുക്കൊരു വാതകം ലഭിക്കുന്നു. അതേതാണ്? മീഥൈനാണ്. അപ്പം മീഥൈൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും ലഘുവായ ആൽക്കെയിൻ എന്ന് പറയുന്നത് മീഥൈനാണ്. ഏറ്റവും ലഘുവായ ആൽക്കെയിൻ ഏതാണ്? മീഥൈനാണ്. പ്രകൃതി വാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഏത് തന്നെയാണ്? മീഥൈനാണ്. അപ്പോൾ ഏറ്റവും ലഘുവായ ആൽക്കെയിൻ മീഥൈനാണ്. പ്രകൃതി വാതകത്തിലെ ഏറ്റവും പ്രധാന ഘടകം ഏത് തന്നെയാണ്? മീഥൈനാണ്. ഓർത്തിരിക്കുക. ഈ മീഥൈൻ കണ്ടെത്തിയത് ആരാണ്? അത് അലക്സാണ്ടർ വോൾട്ടയാണ് കണ്ടെത്തിയത്. അലക്സാണ്ടർ വോൾട്ടയാണ് ഈ മീഥൈൻ അലക്സാണ്ട്രോ വോൾട്ടയാണ് ഈ മീഥൈന് കണ്ടെത്തിയത്. ഇനി ഈ മീഥൈന് വേറൊരു വിശേഷണം കൂടിയുണ്ട് അല്ലേ? ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന ഏതാണ്? മീഥൈനാണ്. മാർഷ് ഗ്യാസ് എന്ന് പറയും. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥൈനാണ്. മീഥൈൻ വാതകത്തിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. അപ്പോൾ യുറാനസിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏതാണ്? മീഥൈനാണ്. മീഥൈൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നീലഹരിത വർണ്ണമാണ്. നീലയും പച്ചയും ചേർന്ന ഒരു വർണ്ണമാണ് ഉള്ള ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം അസറ്റേറ്റും സോഡാ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണെന്ന് ഓർത്തിരിക്കുക. മീഥൈനാണ്. ഏറ്റവും ലഘുവായ ആൽക്കൈൻ ഏതാണ്? അത് മീഥൈനാണ്. പ്രകൃതി വാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും മീഥൈൻ തന്നെയാണ്. മീഥൈൻ കണ്ടെത്തിയത് അലക്സാണ്ട്രോ വോൾട്ടയാണ്. അതുപോലെ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥൈനാണ്. മീഥൈൻ്റെ സാന്നിധ്യമുള്ള ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അതും മുന്നേ ചോദിച്ചതാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതിൻ്റെ LPGയുടെ പ്രധാന ഘടകം, മുഖ്യ ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് LPSCക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. LPSCക്കും UPSCക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന്. അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം LPGയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈനാണ്. പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതി വാതകം എന്ന് പറയുന്നത്. അപ്പോൾ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്. പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതി വാതകം. ഇനി ഈ പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? അത് മീഥൈനാണ്. ഒരു പ്രധാന ഘടകമാണ്. 95% മീഥൈനുണ്ട്. അപ്പോൾ പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥൈനാണ്. 95%. പെട്രോളിയത്തിൻ്റെ വാതക രൂപമാണ് പ്രകൃതി വാതകം എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഫൈഡ് LPGയിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ബ്യൂട്ടൈനാണ് അല്ലേ? LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ.
ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ആൽക്കഹോളാണ്? ഇത് UPSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ എത്തനോളാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി വുഡ് സ്പിരിറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് മെത്തനോളാണ്. തമ്മിൽ മാറിപ്പോവരുത്. ഗ്രേപ്പ് സ്പിരിറ്റ് ആണെങ്കിൽ അത് എത്തനോളാണ്. ഗ്രേപ്പ് എന്ത് ടേസ്റ്റാണ് ഗ്രേപ്പ് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. വുഡ് സ്പിരിറ്റ് മെത്തനോളാണ്. മരം എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം അല്ലേ? അപ്പോൾ വുഡ്, മരം, മെത്തനോൾ അങ്ങനെ ഓർത്തിരിക്കാം അല്ലേ? അപ്പോൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ എഥനോളാണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഇനി സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? അപ്പോൾ ഈഥൈൽ മെർക്കാപ്റ്റനാണ്. ഇപ്പം ഗ്യാസ് ഒക്കെ ലീക്ക് ആവുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്കാപ്റ്റൻ. പാചകവാതകം എന്ന് പറയുന്നത് LPG ആണ്, നമ്മൾ മുമ്പ് പറഞ്ഞു, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഓക്കെ. ഇനി ഈ പാചകവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രൊപ്പെയിനും ബ്യൂട്ടൈനുമാണ്. പാചകവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പ്രൊപ്പെയിനും ബ്യൂട്ടൈനുമാണ്. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടൈനാണ്. സിഗരറ്റ് ലാമ്പുകളിൽ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വാതകം ഏതാണ്? അത് ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം നമ്മൾ ഗോബർ ഗ്യാസ് എന്ന് പറയുമല്ലോ. അപ്പോൾ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥൈനാണ്. അപ്പോൾ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഓർത്തിരിക്കുക, പ്രൊപ്പെയിനും ബ്യൂട്ടൈനുമാണ് പാചകവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം. ഇനി സിഗരറ്റ് ലാമ്പിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? ബ്യൂട്ടൈൻ മാത്രമേ ഉള്ളൂ. ബ്യൂട്ടൈനാണ് സിഗരറ്റ് ലാമ്പിലുള്ളത്. ബയോഗ്യാസിലാണെങ്കിൽ അതേതാണ്? മീഥൈനാണ്. അതും PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഏത് തരം പോളിമറാണ്? അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി പെടുന്നതാണ്? അത് തെർമോ പ്ലാസ്റ്റിക് ആണ്. ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ പോളിത്തീന്, PVC, നൈലോണൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു തരം പ്ലാസ്റ്റിക്കാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മോണോമർ നേർരേഖയിൽ ചേർന്ന ഘടനയുള്ള പോളിമറുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അപ്പോൾ നേർരേഖ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലീനിയർ ലൈനായിട്ട് നേരെ പോവുക, അതാണ് ലീനിയർ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ മോണോമറുകൾ നേർരേഖയിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് ഏത് തരം പോളിമർ ആയിരിക്കും? ലീനിയർ പോളിമർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ബേക്കലൈറ്റ് പറഞ്ഞപ്പോൾ. ഈ നമ്മുടെ പാത്രങ്ങളുടെയൊക്കെ കൈപിടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ ബേക്കലൈറ്റ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ലിയോ ബേക്കലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ബേക്കലൈറ്റ് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് ലിയോ ബേക്കലാൻഡ് ആണ്. അതിൽ നിന്ന് അങ്ങനെ ഒരു പേര് വന്നതാണ്. ഓക്കെ. അപ്പോൾ ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഫിനോളും ഫോമാൽഡിഹൈഡുമാണ്. ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഫിനോളും ഫോമാൽഡിഹൈഡുമാണ്. അപ്പോൾ ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഫിനോളും ഫോമാൽഡിഹൈഡുമാണ് ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ലീനിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചില പോളിമറുകളിൽ ക്രോസ് ലിങ്കിങ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയിൻ ബോണക്ക് പല ദിശയിൽ ഇങ്ങനെ കുറുകനെ വരുന്ന ഘടനയുണ്ട്. അതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ നേർരേഖയിലുള്ളതാണെങ്കിൽ ഏതായിരിക്കും? ലീനിയർ പോളിമറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത് ഏതാണ്? ബ്രാഞ്ചസ് ആയിട്ട് ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് വരുന്നത്. ഇനി പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഇത് LPSCക്കും UPSCക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നാഫ്തലിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിനാണ്. അതുപോലെ മുറിവുകളും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന സിറിഞ്ചുകളൊക്കെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോളാണ്. ഓർത്തിരിക്കുക, മുറിവുകളും സിറിഞ്ചുകളും ഒക്കെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ. അതുപോലെ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? അത് എഥനോളാണ് അല്ലേ? മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ എഥനോളാണ്. ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തം എന്ന് പറയുന്നത് ബെൻസീനാണ്. ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തം എന്ന് പറയുന്നത് ബെൻസീനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തലിനാണ്. നമ്മൾ ഉൽപ്പന്നമൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? അതൊക്കെ കാണിക്കുന്ന ഒരു കെമിക്കലാണ് ഈ നാഫ്തലിൻ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. അതുപോലെ മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? അത് എഥനോളാണ്. പിന്നെ ഓർത്തിരിക്കുക, മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? അത് എഥനോളാണ്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് എഥനോളാണ്. ഏറ്റവും ലഘുവായ അരോമാറ്റിക് സംയുക്തം ഏതാണ്? ബെൻസീനാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ അഡീഷണൽ പോയിന്റുകളെല്ലാം PSC പല ജനറൽ PSCക്കും അല്ലാതെയും എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ
കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട മാലക്കൈറ്റിൽ നിന്നും വേർതിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോപ്പർ ആണെന്ന് അറിയാമല്ലോ. അതുപോലെ ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ CH2 ആണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അറിയാമായിരിക്കുമല്ലോ. അപ്പം വർക്കൗട്ട് ചെയ്ത് നോക്കി കാണും. അപ്പോൾ ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ CH2 ഗ്രൂപ്പിനാലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയിലെ മറ്റൊരു ചോദ്യമായിരുന്നു, മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം കൂട്ടത്തിൽപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിരുന്നത് കോപ്പറാണ്. അതുപോലെ താഴെ പറയുന്നതിൽ സംക്രമണ ലോഹം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരുന്നത് അലൂമിനിയമാണ്. പിന്നെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മാസ് നമ്പർ 14 അറ്റോമിക് നമ്പർ 6 തന്നിരുന്നു. അതിൻ്റെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം 8ഉം പ്രോട്ടോണുകളുടെ എണ്ണം 6ഉം ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കാണും. അപ്പോൾ കെമിസ്ട്രി സയൻസ് ഭാഗം കുറച്ചും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് LPSAക്കുള്ളവർ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്